മാഡ്മിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭയങ്കര ലേറ്റ് ആയിട്ടാണ് സ്വാഗതം പറയുന്നത്. സാധാരണ ഒരു 9 മണി 10 മണിയാകുമ്പോൾ സ്വാഗതം പറഞ്ഞു കഴിഞ്ഞതാണ്. പക്ഷേ ഇന്ന് വളരെ ലേറ്റായി സ്വാഗതം പറയാൻ. ഇന്നലെ രാത്രി ഇവിടെ ചെക്ക് ഇൻ ചെയ്തു. രാത്രി ചെക്ക് ഇൻ ചെയ്ത് കിടന്നുറങ്ങി. തഫ്സീറൊക്കെ ഭയങ്കര ഉറക്കമായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്നുള്ള ഒറ്റ കാരണത്താലാണ് തഫ്സീർ എണീച്ചത്. അതികിടിലമായ ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടായിരുന്നു നമ്മുടെ തുടക്കം. നമ്മൾ ഏത് ഹോട്ടലിൽ വന്നാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാൻ പാടില്ല. നന്നായിട്ട് കഴിച്ചോളൂ. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നിങ്ങൾക്ക് ഈ കംപ്ലീറ്റ് ഈ ഹോട്ടലും കാര്യങ്ങളൊക്കെ കാണിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഒരു മഴയ്ക്കുള്ള ചെറിയൊരു ചാൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം പോയാൽ താമരശ്ശേരി ചുരം, നമ്മുടെ പപ്പു പറഞ്ഞ ആ താമരശ്ശേരി ചുരം ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളങ്ങോട്ടേക്ക് പെട്ടെന്ന് പോയി. അപ്പോൾ താമരശ്ശേരി ചുരം നിങ്ങൾക്ക് ഒന്ന് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ പെട്ടെന്ന് താമരശ്ശേരി ചുരം കണ്ടിട്ട് വന്നു. എവിടെയും പോയരുത്, അടിപൊളി സമ്മാനമുണ്ട്. ഓക്കെ, അല്ല സമ്മാനമല്ല ഗിവ് അവേ. ഓക്കെ, ഈ കാണുന്ന മരമാണ് ചെയിൻ ട്രീ എന്ന് പറഞ്ഞാൽ ചങ്ങല മരം എന്നാണ് അർത്ഥം. ചങ്ങല മരം എന്ന് പറയാൻ കാരണം കരിന്തണ്ടൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ താമരശ്ശേരി ചുരത്തിൻ്റെ ഉപജ്ഞാതാവാണ് കരിന്തണ്ടൻ. ഈ ഒരു താമരശ്ശേരി ചുരം കണ്ടുപിടിച്ചതിന് ശേഷം ബ്രിട്ടീഷുകാർ അദ്ദേഹത്തെ ചതിച്ച് കൊലപ്പെടുത്തി. കൊലപ്പെടുത്തിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആത്മാവ് മോക്ഷം ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചങ്ങലയിൽ തളച്ചു എന്നുള്ളതാണ് ഐതിഹ്യം. അപ്പോൾ അതുകൊണ്ടാണ് ഈ മരത്തിന് ചെയിൻ ട്രീ എന്ന് പറഞ്ഞ പേര് വരാൻ കാരണം. അപ്പോൾ ഏതായാലും കരിന്തണ്ടൻ ഉണ്ടാക്കിയ നമുക്ക് ആ ഒരു താമരശ്ശേരി ചുരം നമുക്ക് കാണാം. ചുരത്തിൻ്റെ മുകളിൽ നല്ല ട്രാഫിക്കാണ്. നമ്മൾ രാവിലെ തന്നെ ഈ ചുരം ഷൂട്ട് ചെയ്യാന്നുള്ള രീതിയിൽ അത് ആകാശ കാഴ്ചകളൊന്ന് കാണാമെന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയതാണ്. അപാര ട്രാഫിക്കാണ്. പിന്നെ സൈഡിലൊന്നും പോലീസുകാർ നിൽക്കാൻ പറ്റുന്നില്ല. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് കിട്ടിയിട്ട് വേണം ഒന്ന് ആകാശ കാഴ്ചകൾ കാണാൻ. നല്ല കാടമുട്ട ഫ്രൈ ചെയ്തത് കിട്ടും. കഴിക്കാൻ പഴംപൊരി, പത്തിരി, മാൽപ്പൊരി, കാടുകട, പഴംപൊരി, കാടമുട്ട ഫ്രൈ ആണ്. കാടമുട്ട ഫ്രൈ ഒരു പ്ലേറ്റിൽ നല്ല തൃപ്തിയില്ല. ചുരത്തുമ്പല് വന്നാൽ നല്ല കാടമുട്ട മുളകും ഉപ്പും ഇട്ട് ഫ്രൈ ചെയ്ത് നല്ല അടിപൊളി സാധനം കിട്ടും. കോഴിക്കോട് ചുരത്തുമ്പൽ വന്നിട്ട് ഡ്രോൺ പറത്തി കിടക്കുന്ന നമ്മളെ തഫ്സീറിനെ കണ്ടോ? തഫ്സീറേ, ഡ്രോണ് പോയാൽ മതി.
ഈ വയനാട്ടിലേക്ക് വരുമ്പോൾ നമുക്ക് വേറൊന്നും ഇങ്ങൾക്ക് പരിപാടി ഇല്ലെങ്കിൽ ഈ ചുരം കണ്ടാൽ തന്നെ ഇങ്ങനെ മുതലാവും. അമ്മാതിരി സീനാണ് അല്ലേ? ഇവരെയും കണ്ടാൽ കുറച്ചും കൂടെ മുതലാവും. മുതൽ സാധനമാണ്. മാഡ് മിക്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടൊരു സംഭവം ഇവനോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. താമരശ്ശേരി ചുരം കണ്ടു കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങിയിട്ട് എണീച്ച് വരുന്ന സമയമാണിത്. അതാണ് ഇത്ര ലേറ്റായിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, നമ്മളിത് താമസിക്കുന്ന ഹോട്ടൽ മാസസ് ഇൻ അല്ലാണ് നമ്മൾ താമസിക്കുന്നത്. മാസസ് ഇൻ എന്ന് പറയുന്നത് മാസസ് ഹോസ്പിറ്റാലിറ്റിയുടെ ഒരു ഹോട്ടലാണിത്. ഇവർക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇതിൻ്റെ വൺ ഓഫ് ദ ഡയറക്ടർ ജലീൽക്ക, നമ്മളെ മുത്തുമണി മൂപ്പറാണ് നമ്മളെ ഇങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതും നമ്മൾ വേണ്ടുന്ന ഫെസിലിറ്റിയൊക്കെ ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മാഡ് വിങ്സിൻ്റെ കാര്യം പറയുമ്പോൾ മൂപ്പർ ഒരുപാട് ഗിവ് അവേ ഓഫർ എന്ന് പറഞ്ഞാൽ ഓഫറിൻ്റെ പെരുമഴക്കാലം നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഓഫർ ഇങ്ങനെ വരുന്നതാണ്. ഇങ്ങോട്ട് ഓഫർ വരും കണ്ട നല്ലതാ ജലീൽ ഖാൻ്റെ ഇരുത്തം കണ്ടു. ആ ഒരു ഡയറക്ടറാണെന്നുള്ളൊരു അഹങ്കാരമില്ലാത്ത നമ്മുടെ ജലീൽ ഖാൻ. ജലീൽ ഖാൻ, നമ്മളെ മാഡ് വിങ്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് നമ്മളെ ഈ കംപ്ലീറ്റ് ഈ പ്രോപ്പർട്ടീസിൻ്റെ ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു. നമ്മുടെ ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാസസ് ഹോസ്പിറ്റാലിറ്റിയുടെ വൺ ഓഫ് ദ ഔട്ട്ലെറ്റാണിത്. അപ്പോൾ ഈ പ്രോപ്പർട്ടി നമുക്കുള്ളത് വൈത്തിരി ടൗണിൽ തന്നെയാണ്. അപ്പോൾ നമുക്ക് താഴത്തുനിന്ന് കാലിക്കറ്റ്, മലപ്പുറം ആ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ആൾക്കാർക്ക് ചുരം കയറി വന്നിട്ടുണ്ടെങ്കിൽ ഈസി ആക്സസ് ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടിയാണ്. ഒരു 4-സ്റ്റാർ ഫെസിലിറ്റി നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു 14 റൂംസ് ഉണ്ട്. അത് നമുക്കൊരു 4 കാറ്റഗറിയിലായിട്ട് സ്വീറ്റ് റൂംസ്, സെമി സ്വീറ്റ് റൂംസ്, ഡീലക്സ്, AC, നോൺ AC റൂംസ്. അതേപോലെ തന്നെ നമുക്കൊരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഇത് ഞങ്ങളുടെ വൺ ഓഫ് ദ കോഫി ഷോപ്പാണ്. പിന്നെ നമുക്കൊരു ഇൻഡോർ ആക്ടിവിറ്റി സെൻറ്റർ ഉണ്ട്. അപ്പോൾ ഒരു ഓവർനൈറ്റ് സ്റ്റേക്ക് ഉള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം നമുക്കൊരു 3-സ്റ്റാർ ഫെസിലിറ്റി ഹോട്ടൽ എന്ന് പറയാം. ഓഫ് കോഴ്സ് 3-സ്റ്റാർ അല്ല, ഐ വിൽ സേ ഇറ്റ് ഈസ് 4-സ്റ്റാർ. 4-സ്റ്റാർ റേഞ്ചിലുള്ള ഒരു ഹോട്ടൽ. 4-സ്റ്റാർ ഹോസ്പിറ്റാലിറ്റി നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്ന ഒരു കിടിലം ഹോട്ടലാണിത്. ഈ ഹോട്ടലിലെ ഇത്രയും ലേറ്റ് റിവ്യൂ ആയതുകൊണ്ട് കറക്റ്റായിട്ട് പറയാം ഇത് 4-സ്റ്റാർ ഫെസിലിറ്റി ഉണ്ടോ ഇല്ലോ എന്ന്. കാരണം നമ്മൾ ഇന്നലെ മുതൽ ഇവിടെ തന്നെയാണെന്നുള്ളത്. പിന്നെ നമ്മളുടെ ഇവിടുത്തെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ ലൊക്കേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻലി ഉള്ള ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് ഒക്കെ നമുക്ക് അറൗണ്ടാണുള്ളത്. ഇപ്പോൾ പൂക്കോട് ലേക്ക് എന്ന് പറഞ്ഞാൽ വളരെ അടുത്താണ്, 2-3 കിലോമീറ്ററിൽ പൂക്കോട് ലേക്ക്, ബാനാസുര ഡാം, സൂചിപ്പാറ വാട്ടർഫാൾ. അപ്പോൾ ഇങ്ങോട്ടെല്ലാം ഒരു ഈസി ആക്സസ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് കിട്ടുന്നത്. കൊറോണൻ്റെ ലോക്ക്ഡൗൺ കഴിഞ്ഞതിന് ശേഷം ഈ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലുള്ള എല്ലാവർക്കും ഭയങ്കര പേടിയാണ് ഈ ഹോട്ടലിലൊക്കെ വന്ന് നിൽക്കുമ്പോൾ എന്തെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂസ് ഉണ്ടാകും എന്നുള്ളത്. അതിൻ്റെ ഒരു ഡീറ്റെയിൽ ഒന്നും പറഞ്ഞു.
അല്ല, കൊറോണയ്ക്ക് ശേഷം നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രോട്ടോക്കോൾ ഉണ്ട് നമുക്ക്. അപ്പോൾ ആ പ്രോട്ടോക്കോൾ പ്രകാരമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് ഇപ്പോൾ നമ്മളൊരു ഗസ്റ്റ് വരുന്ന സമയത്ത് സാനിറ്റൈസർ കൊടുക്കുന്നതും അതേപോലെ അവരുടെ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യും, അവരുടെ ട്രാവൽ ഹിസ്റ്ററി നമ്മൾ ഒരു സെൽഫ് ഡിക്ലറേഷൻ ഫോം നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ റൂംസും നമ്മളൊരു ഗസ്റ്റ് വന്ന് താമസിച്ച് പോയിട്ടുണ്ടെങ്കിൽ ഒരു പൂർണ്ണമായിട്ടുള്ളൊരു സാനിറ്റേഷൻ ചെയ്തിട്ടാണ് നമ്മൾ അടുത്ത ഗസ്റ്റിന് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് ആർക്കും വന്ന് താമസിക്കാവുന്ന പ്രോപ്പർട്ടിയാണ് നമ്മുടെ. അപ്പോൾ നിങ്ങൾ ഈ ഹോട്ടലിൻ്റെ നിങ്ങളുടെ പ്രോപ്പർട്ടീസിൻ്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി നിങ്ങൾ എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് കൂടി ഒന്ന് പറയാം. തീർച്ചയായിട്ടും മാഡ്വിങ്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് നമ്മളൊരു തിരഞ്ഞെടുക്കുന്ന 2 ഫാമിലിക്ക് 2 നൈറ്റുള്ള സ്റ്റേ, കോംപ്ലിമെൻ്ററി സ്റ്റേ നമ്മൾ ഓഫർ ചെയ്യാം. കൈമുട്ട് അപ്പോൾ എല്ലാവരും കേട്ടല്ലോ, 2 ഫാമിലിക്ക് ജലീൽക്കാരുടെ വക 2 നൈറ്റ് 2 ഫാമിലിക്ക് ഫുള്ളായിട്ട് അടിച്ച് പൊളിച്ച് വയനാട് കണ്ട് മടങ്ങാനുള്ള ഒരു ചാൻസാണ് മാഡ്വിങ്സിൻ്റെ പ്രേക്ഷകർക്കായിട്ട് ഒരുക്കുന്നത്. അപ്പോൾ ഞാൻ ഇനി നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ഇതിൽ നിന്നും തികച്ചും ഡിഫറെൻ്റ് ആയിട്ട് ക്വൈറ്റ് നാച്ചുറൽ ആയിട്ടുള്ളൊരു പ്രോപ്പർട്ടീസിലേക്കാണ്. അവിടെ നിങ്ങൾക്ക് എല്ലാ സൗകര്യങ്ങളും, സ്വിമ്മിംഗ് പൂള്, ബാർബക്യൂ, സ്ട്രീമിൽ കുളിക്കാനുള്ള സൗകര്യം, എല്ലാ സൗകര്യമുള്ളൊരു പ്രോപ്പർട്ടിയിലേക്കാണ് ഇന്ന്. നിങ്ങൾ ബാർബക്യൂ ഉണ്ടെന്നല്ലോ പറഞ്ഞേ? അതെ, അത് ബാർബിക്യൂ ഇല്ലാണ്ട് മാഡ്വിങ്സ് ഇല്ല. അതെ അതെ, ഈ എപ്പിസോഡിൽ മാത്രമേ ബാർബിക്യൂ ഇല്ലാണ്ടുള്ളൂ, ബാക്കി എല്ലാ എപ്പിസോഡിലും നമുക്ക് ബാർബിക്യൂ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ബാർബിക്യൂ വെക്കണം. അല്ല, നമുക്കുള്ള ഈ ബാർബിക്യൂ മാത്രമുള്ള നമ്മൾ പ്രേക്ഷകർക്ക് വേണ്ടി വല്ലതും ഉണ്ട് അവിടെയോ? തീർച്ചയായിട്ടും മാഡ്വിങ്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് അവിടെയും തരുന്നുണ്ട്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഒരു രക്ഷയില്ല മോനെ. ഗിവ് അവേ എന്നെല്ലാം പറഞ്ഞാൽ പെരുമഴയാണ് കേട്ടോ. മാഡ്വിങ്സിൻ്റെ പ്രേക്ഷകർക്ക് ഇനി വരാൻ പോകുന്നത് സമ്മാനങ്ങളുടെ പെരുമഴക്കാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വളരെ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആമാന്തിക്കരുത്. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ നമ്പർ ഇടുക. നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഈ എപ്പിസോഡ് ഇറങ്ങി ഒരു 15 ദിവസം കഴിഞ്ഞാൽ നറുക്കെടുക്കുന്നതായിരിക്കും. നറുക്കെടുപ്പിൽ വിജയിക്കുന്ന 2 ഫാമിലിക്ക് മാസസ് ഇന്നിൽ തികച്ചും സൗജന്യമായിട്ട് ₹1 ചിലവില്ലാണ്ട് അടിപൊളിയായിട്ട് വയനാട് കണ്ടിട്ട് കിടിലായിട്ട് തിരിച്ചു പോകാനുള്ള സൗകര്യം ഒരുക്കുന്നതായിരിക്കും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് ഭയങ്കരമായ ഗിവ് അവേ ആണ്. ഇപ്പോൾ ജലീൽ കാരനോട് ഞാനിപ്പോൾ സംസാരിച്ചുള്ളൂ, അതിനെ പറ്റിയിട്ട് ഒരു ഭയങ്കര ഓഫർ മൂപ്പർ തരാൻ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ എപ്പിസോഡ് എല്ലാവരും കണ്ടിന്യൂ ആയിട്ട് സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ടും കമൻറ്റ് ചെയ്യുക. ഫോൺ നമ്പറും കമൻറ്റ് ചെയ്യുക. നമുക്ക് സമ്മാനങ്ങളങ്ങ് അടിച്ച് പൊളിച്ച് നേരത്തെ പണ്ടടിക്കുക കളയാം. ഓക്കെ, അപ്പോൾ നമുക്കിന്ന് ടർക്കിഷ് കഫേന്ന് മെക്സിക്കൻ ഡിന്നർ കഴിക്കാം. ആ മ്യൂസിക് അപ്പോൾ അത് റെക്കോർഡിംഗ് അല്ലേ? റെക്കോർഡിംഗ് അല്ലേ? അപ്പോൾ നമ്മളെ അടിപൊളി ഡിന്നർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അതുകൊണ്ട് ജലീൽക്കാനോട് ചോദിക്കുക ഇതിൻ്റെ പേരാണ്. ജലീൽക്കാർ, അപ്പോൾ ഇത് നമുക്ക് ചിക്കൻ ടോർട്ടില്ല റാപ്പ് എന്ന് പറയും. ഇത് നമ്മുടെ ഒരു ടർക്കിഷിൻ്റെ ഒരു സ്പെഷ്യൽ ഡിഷാണ്. ഇത് ഇതിനായിട്ട് അക്കമ്പനിമെൻ്റ് ആയിട്ട് വരുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പി സോസാണ്. ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ, ഗുഡ് കോമ്പിനേഷൻ വരും. പിന്നെ ഇത് ടർക്കിഷ് സ്പെഷ്യാലിറ്റിയാണ്. അഗെയിൻ ഫ്രൈഡ് ചിക്കനാണ്. ടർക്കിഷ് ഫ്രൈഡ് ചിക്കൻ ക്രഞ്ചി ആയിട്ടുണ്ടാവും. ഇത് ബീഫ് ഡബിൾ ബർഗർ. അതെ, നമുക്ക് ഡബിൾ ലെയറിൽ വരുന്നതാണ്. അത് ചിക്കൻ ബർഗറാണ്. അതെ അതെ, എല്ലാ 4 സാധനം അടിപൊളിയായിട്ട് തിന്ന് തീർക്കട്ടെ. ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഒരുപാട് വർത്തമാനം പറയാൻ സമയമില്ല, ഇതെല്ലാം തിന്ന് തീർക്കട്ടെ. സീ യു നെക്സ്റ്റ് ടൈം.